Good afternoon, sir. Yes, Arya. Good afternoon. Good afternoon, sir. Good afternoon. Good afternoon. Lisa, good afternoon. Good afternoon, sir. Vanaja, good afternoon. Shemina, good afternoon. Soumya, good afternoon. Good afternoon, sir. Okay, Nivya, good afternoon. Good afternoon, sir. Okay, Surya. Nisha, good afternoon. Good afternoon, sir. Abila, Ammu, good afternoon. Yes, let us start. Prayer undo. Sir, ഞാൻ വനിതയാണ് prayer. Yes, okay, Vanaja. 10 മാസമുറങ്ങുവാനുദരത്തിലിടം നൽകി മാംസവും ചോരയും ചേർത്തൊരു തൊട്ടിലും 10 മാസമെന്നെ ശ്വാസത്താൽ താരാട്ടി പിന്നെ മുലപ്പാലും ഉണ്ണുമുണർവുമായി സാരിത്തലപ്പിനാൽ വെയിലിലും കുട ചൂടി ഇക്കാലം അത്രയും നന്മയായി നിന്നവൾ
പൊക്കിൾ കൊടിയറ്റു പോയിട്ടു മകളാതെ നിഴലായി നടക്കുന്നോരമ്മയ്ക്ക് വന്ദനം. പിച്ച വെച്ചൊരു നാൾ മുതൽ കൈവിരൽ തുമ്പിനാൻ കാൽകൾ നടത്തിച്ച കാരുണ്യ കടലച്ചൻ വടി കൊണ്ടടിച്ചില്ല, പഴിവാക്കു പറഞ്ഞില്ല, എങ്കിലും അറിഞ്ഞു ഞാൻ അച്ഛന്റെ നോവുകൾ. അക്ഷരങ്ങൾക്കിടയിൽ അച്ഛന്റെ മണമുണ്ട്, എനിക്കായി പൊഴിഞ്ഞൊരാ വിയർപ്പിന്റെ മണമുണ്ട്. സിരകളിൽ ഒഴുകുന്ന നിണവും നിനവുമായി ആത്മാവിലാലിഞ്ഞോരൻ അച്ഛനും വന്ദനം. അച്ഛന്റെ കൈവിരൽ തുമ്പു പിടിച്ചു ഞാൻ വന്നു കയറിയോരറിവിന്റെ അങ്കണം. അറിവാക്ഷരങ്ങൾ തന്നഗ്നി ജ്വലിപ്പിച്ച ആരാധ്യരായന്റെ ഗുരുക്കൾക്കും വന്ദനം. ശുദ്ധവായു തന്ന കാറ്റിനും വന്ദനം, കരളാഴം കടലാക്കിയ കടലിനും വന്ദനം. ഇടിഞ്ഞു വീഴാത്തൊരു മേൽക്കൂരയായി നിന്ന വിശാലമാകാശമേ നിനക്കെന്റെ വന്ദനം. ഭാരം ചുമക്കുവാൻ സഹനത പഠിപ്പിച്ച ഭാരം ചുമക്കുന്ന ഭൂമിക്കു വന്ദനം. ഒടുവിലൻ ആത്മാവ് ശുദ്ധീകരിക്കുവാൻ ദേഹം ദഹിപ്പിക്കും അഗ്നിക്കും വന്ദനം. ഒടുവിലൻ ആത്മാവ് ശുദ്ധീകരിക്കുവാൻ ദേഹം ദഹിപ്പിക്കും അഗ്നിക്കും വന്ദനം. ദേഹം ദഹിപ്പിക്കും അഗ്നിക്കും വന്ദനം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. മനജ, നല്ല ലൈൻസ്. നല്ല സാർ ഇതെന്റെ ഹസ്ബൻഡ് എഴുതിയതാണ്. ഓ, ഹസ്ബൻഡിനോട് സെറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. പറയാം സാർ. ഞാൻ ഇതിനു മുന്നേ ഞാൻ ടീച്ചേഴ്സിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറോട് കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ആളൊരു കവിതാ സമാഹാരവും ഒരു നോവലും പുറത്തിറക്കിയിട്ടുണ്ട്. അത്യാവശ്യം എഴുതുന്ന ഒരാളാണ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കേ. രതീഷ് അല്ലേ? അതെ, രതീഷ് കണ്ണമ്പ്ര എന്നാണ് അറിയുന്നത്. അപ്പൊ ഞാനിത് പാലക്കാട് ജില്ലയിലാണ് സാർ. പാലക്കാട് ജില്ല കണ്ണമ്പ്ര. യെസ്. നമുക്ക് ആ വാണിയമ്പാറ കഴിയുമ്പോൾ ഒരു കണ്ണമ്പ്ര ഇല്ലേ? അതെ 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 അതെ. വാണിയമ്പാറ അതിന്റെ തൊട്ട് തന്നെ. വാണിയമ്പാറ കഴിയുമ്പോൾ വാണിയമ്പാറ നമുക്ക് വളരെ അറിയാവുന്ന സ്ഥലമാണ്. വാണിയമ്പാറ കഴിഞ്ഞിട്ട് മറ്റേ അവിടെ നിന്നാണ് ഇളനാട് പോണ റൂട്ടല്ലേ? സാർ ഇവിടെയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടല്ലോ സാർക്ക്. ഈ സ്ഥലമൊക്കെ നന്നായി അറിയാം. അതന്നെ, ആ സ്ഥലം തന്നെ. അവിടെ നിന്ന് അങ്ങനെ കണ്ണമ്പ്രയ്ക്ക് കയറി നമ്മള് പഴയന്നൂര് പോകുന്ന റൂട്ടാണ് കണ്ണമ്പ്ര. നേരെ NH നേരെ പോയ വടക്കഞ്ചേരി, ആലത്തൂർ, പാലക്കാട് അങ്ങനെ പോകും. വാണിയമ്പാറന്ന് ഇങ്ങോട്ട് കയറും. വാണിയമ്പാറ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോണ വഴി റൂട്ടല്ലേ? അതെ. അപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കൂടി ഇതൊന്ന് പാടണം ഒന്ന് ചൊല്ലണം എന്നൊന്ന് ആഗ്രഹിച്ചു. അപ്പോ ആളുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് വേണം കേട്ടോ. ഓ ശരി, തീർച്ചയായും തരാം സാർ. തന്നാ മതി. ആളെന്ത് ചെയ്യണേ? ആള് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഇപ്പൊ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണമ്പ്ര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. പറയാം സാർ, തീർച്ചയായിട്ടും പറഞ്ഞു. ഓക്കെ. ഞാനേ പണ്ട് പട്ടിക്കാടിൽ അവിടെ നിന്ന് കുറച്ചുകൂടി മാറിക്കുമ്പോ പട്ടിക്കാട് സ്ഥലമില്ല? പട്ടിക്കാട് അറിയാം. ആ പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ 100ാമത് വാർഷികത്തിന്റെ മീറ്റിംഗ് നടക്കുമ്പോ ഞാൻ ആ താഴെ ഓഡിയൻസിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഒരു പാട്ട് പാടി. അതായത് സ്വർണ്ണച്ചാമരം വീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്നുള്ളൊരു പാട്ടില്ലേ? ആ പാട്ടിന്റെ ട്യൂണിൽ അതിന്റെ അച്ഛനെ എഴുതി കൊടുത്ത വരി വെച്ചിട്ടൊരു പാട്ടാണ് പാടിയത്, ഈശ്വര പ്രാർത്ഥന. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് എവിടേക്കോ നമുക്ക് പരിചയമുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാനത് കഴിഞ്ഞ ശേഷം ആ കൊച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചുമ്പോൾ ഇത് ആരെഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു അച്ഛൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛന്റെ പേരെന്താ? അപ്പൊ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇത് ഞാൻ സ്വർണ്ണ ചാമരം വീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ എന്നൊരു പഴയൊരു പാട്ടുണ്ട്.
ഈ പ്രപഞ്ചത്തിൻ നായിക എന്നൊക്കെ പറഞ്ഞ രസകരമായിട്ടൊരു പാട്ട്. ഓക്കെ, എനിക്ക് ഞാൻ ഒരുപാട് ഓർമ്മകളിലേക്കൊക്കെ പോയി. നല്ല വരികളുണ്ട്. അത് തുടക്കം തുടങ്ങിയ അവസാനം വരെ ഉണ്ട്. ഓക്കെ, പുള്ളി കോപ്പിറൈറ്റ് തരികയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറ്റാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പം ഇനി അടുത്ത തോട്ട് ഓഫ് ദി ഡേ. തോട്ട് ഓഫ് ദ ഡേ ഞാൻ സാറേ ഷിൽജി. ഷിൽജി. പീസ് ഓഫ് മൈൻഡ് കംസ് വെൻ യു സ്റ്റോപ്പ് എക്സ്പെക്ടിങ് ആൻഡ് സ്റ്റാർട്ട് ആക്സെപ്റ്റിംഗ്. താങ്ക് യു സാർ. യെസ്, ഒന്നും ആശിക്കാതിരിക്കുക. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം, അല്ലേ ഷിൽജി? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ദെൻ സൈനിങ് ഓൺ. സൈനിങ് ഇൻ ഞാനാണ് സഫീദ. ഓക്കെ, സഫീദ പറഞ്ഞോളൂ. സഫീദ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ഥിരത, കൺസിസ്റ്റൻസി എത്രത്തോളം പ്രധാനമാണ് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്ഥിരത എന്നാൽ ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്തും. സ്ഥിരതയുള്ള ആളുകൾക്ക് അവരുടെ ജോലികളിലും പഠനത്തിലും നല്ല ശ്രദ്ധയുണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യതയും ഉണ്ടാകും. കൂടാതെ സ്ഥിരതയുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ വേഗം എത്താൻ സാധിക്കും. അതിനാൽ ജീവിതത്തിൽ വിജയം നേടാൻ സ്ഥിരത വളരെ പ്രധാനമാണ്. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശീലമാക്കുക. വലിയ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നേടാൻ ശ്രമിക്കുന്നതിന് പകരം ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി സ്ഥിരമായി മുന്നോട്ട് പോവുക. ഇത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ, ഓക്കെ. അത് ലാസ്റ്റ് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഒരു വരിയുണ്ട്, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നവനെ വലിയ കാര്യങ്ങളിലേക്ക്. യെസ്, അപ്പോ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാണെങ്കിൽ അവന് കൊള്ളാം. ചിലപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെറിയ കാര്യം ഏൽപ്പിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിക്കാം എന്ന ചിന്ത ആ ചെറിയ കാര്യം ഏൽപ്പിച്ച ആൾക്ക് തോന്നും. യെസ്, ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ സഭയിൽ ഇവിടെ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഓർത്തു പോയത്, നമ്മളിപ്പോ ചില ക്രിക്കറ്റ് താരങ്ങൾ, ഇന്ത്യയുടെ ചില ക്രിക്കറ്റ് താരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ചില താരങ്ങൾ, പഴയ താരങ്ങൾ, അവര് ചിലപ്പോ കളിക്കാൻ തുടങ്ങിയാൽ 100, 105, 110 റൺസ് എടുക്കും. അതുപോലെ തന്നെ 0 ഔട്ടാവുകയും ചെയ്യും. അപ്പൊ ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റില് അയാളെ ഇറക്കാനായിട്ട് ക്യാപ്റ്റന് മടിയായിരിക്കും. കാരണം ഇങ്ങനെ 100, 150 ഡബിൾ സെഞ്ചുറി ഒക്കെ നേടിയിട്ടുണ്ട്, പക്ഷെ 0 ഔട്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അയാളെ ഇറക്കില്ല, കാരണം കൺസിസ്റ്റൻസി ഇല്ല. നേരെ മറിച്ച് വേറൊരു ക്രിക്കറ്റ് താരമുണ്ട്, അയാൾ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും 45-50 റൺസായിട്ട് തിരിച്ചെടുക്കുള്ളൂ, വരുള്ളൂ. അത് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ ടൈമിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് ലെക്ക് ഇട്ടിട്ട് നമ്മൾ റിസ്ക് എടുക്കില്ല. ഒരാളെ ഇറക്കാൻ ചാൻസ് ഉള്ളൂ, അത് 100 എടുക്കുന്ന ആൾക്ക് 0 ഔട്ടാവുന്ന ക്യാരക്ടർ ഉള്ളതിന് അയാൾ നമ്മൾ ഇറക്കൂല, അയാൾ മാറ്റിയെത്തും. എന്നിട്ട് 45 മിനിമം കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾ നമ്മൾ ഇറക്കും. അതാണ് കൺസിസ്റ്റൻസി. യെസ്, ഞാനിപ്പോ സഫീദ് അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പോവുകയായിരുന്നു. ഒരു ഇന്ത്യയിലെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞതാണ്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഗതി മിനിമം ഗ്യാരണ്ടി ഉണ്ടാവില്ല ചില കാര്യങ്ങൾക്ക്. അതായത് ചില കാര്യങ്ങൾ ചില ആളുകൾ എത്തിച്ചാൽ പിന്നെ അത് നോക്കണ്ട, അത് മോശമാവില്ല, എന്ന് പറയില്ലേ, അത് മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മിനിമം ഉറപ്പാണ്. യെസ്, അതിപ്പോ നമ്മൾ ചില ഫുഡുകളൊക്കെ ചില കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുമ്പോൾ പറയില്ലേ, അവരെ ഏൽപ്പിച്ചാൽ ഉറപ്പാണ്. മറ്റവരെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ മോശമാവും, രണ്ടും ചാൻസാണ്. മറ്റത് മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്, മോശമാവില്ല, ഏറ്റവും സൂപ്പർ ആവില്ല, പക്ഷെ എബോ ആവറേജിന്റെ മുകളിൽ നിൽക്കുകയും ചെയ്യും. യെസ്, കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. യെസ്, ഓക്കെ. അപ്പോ പാട്ട് മനോഹരമായിരുന്നു, തോട്ട് മനോഹരമായിരുന്നു, അതിനോടൊപ്പം തന്നെ സൈനിങ് ഓൺ മനോഹരമായിരുന്നു. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ നൗണിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നൗണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ അടുത്ത ഒരു സംഗതിയിലേക്ക് കിടക്കുന്നു. യൂണിറ്റ് നമ്പർ 8. യൂണിറ്റ് നമ്പർ 8 ആഡ്വർബ് എന്നുള്ളതാണ്. ആഡ്വർബ്, യൂണിറ്റ് നമ്പർ 8 ആഡ്വർബ്. അപ്പൊ ആഡ്വർബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തുടങ്ങി വെക്കണം. യെസ്, അപ്പൊ ഞാനിവിടെ ഒരു വാചകം പറയുന്നു. വാചകം ഇതാണ്: സൂര്യ ഈസ് എ ഗുഡ് ലേഡി. സൂര്യ ഈസ് എ ഗുഡ് ലേഡി. ഞാനിപ്പോ അത് നോക്കിയപ്പോ കണ്ട പേരതായതുകൊണ്ട് എഴുതിയാണ്. സൂര്യ ഈസ് എ ഗുഡ് ലേഡി. ഓക്കെ, അപ്പൊ സൂര്യയോടൊന്ന് ചോദിക്കാം നമുക്ക്. സൂര്യരാജു,
Yes, sir. ഓക്കെ, അപ്പൊ ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. സൂര്യ ഈസ് എ ഗുഡ് ലേഡി. നമുക്ക് അതിന്റെ ഒന്ന് അലകും പിടിയൊക്കെ തിരിച്ച് ഓരോന്ന് നൗൺ ഏതാണ് വെർബ് ഏതാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പറയാൻ പറ്റും. സൂര്യ എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യ എന്ന് പറയുന്നത് noun, പേരാണ്. പേരാവുമ്പോ അതിന് നമ്മളിത് പറയാം നൗൺ എന്ന് പറയും. Noun. നൗണാണ്. പിന്നെ ലേഡി, അതും ഒരു പേരല്ലേ? അതും noun ആണ്. അത് നൗണാണ്. അപ്പൊ സൂര്യ നൗണാണ്, ലേഡി നൗണാണ്. കാരണം രണ്ടും പേരാണ്. പേരിനെ കുറിക്കുന്നതിന് നമ്മൾ നൗൺ എന്ന് പറയും. നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് തിങ്, നെയിം ഓഫ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി കോൾഡ് നൗൺ. നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി ഇവിടെ ഒരു ഈസ് ഉണ്ട്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബാണ്, ആകുന്നു. ഈസ് ആകുന്നു. വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. ഓടുന്നു, ഓടി, ഓടും. ചാടുന്നു, ചാടി, ചാടും. നടക്കുന്നു, നടന്നു, നടക്കും. എഴുതുന്നു, എഴുതി, എഴുതും. വെർബിന് എപ്പോഴും ഈ 3 കാലങ്ങൾ പറയാൻ പറ്റും. പക്ഷെ അപ്പുറത്തുള്ള ലേഡി എന്ന് പറയുന്ന പേരിന് അങ്ങനെ 3 കാലങ്ങൾ പറയാൻ പറ്റും. നൗണിന് പറയാൻ പറ്റില്ല. വെർബിന് എപ്പോഴും എന്തുണ്ടാവും? 3 കാലങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതാണ് വെർബ്. അത് ഞാൻ സന്ദർഭോചിതമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഇനി ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യ? ഗുഡ് എന്ന് പറയുന്ന നാമവിശേഷണം. ആ ലേഡി എന്ന് പറയുന്ന വാക്കിന് നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാമവിശേഷത്തിന്റെ ഇംഗ്ലീഷ് നമ്മൾ എന്ത് പറയാൻ പറ്റും? Noun phrase. അല്ല, അഡ്ജക്റ്റീവ്. ഇവിടെയാണ് നാമവിശേഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മൾ പറയുന്നത് ഇവിടെ നമ്മള് ഈ ലേഡി എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഗുഡ് എന്ന് പറയുന്ന വേർഡ്. എന്താണ് ഗുഡ് എന്ന് പറയുന്ന വേർഡ്? യെസ്, ഗുഡ്. അപ്പൊ ആ ഗുഡ് എന്ന് പറയുന്ന വേർഡ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോ സൂര്യ പറഞ്ഞ കറക്റ്റാണ്, അത് നാമവിശേഷണമാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഇതാണ് അഡ്ജക്റ്റീവ്. കറക്റ്റ് ആണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വെറുതെ പറഞ്ഞതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അടുത്ത വാചകമാണ്. അടുത്തൊരു വാചകം. ഐ ലൗഡ്, LOVED, ലൗഡ് her deeply, DEEPLY. I loved her deeply. Arya? Sir. Hello, sir. Yes, good afternoon. നമുക്ക് നേരത്തെ സൂര്യ ചെയ്തതുപോലെ നമുക്ക് ഇതൊന്ന് വേർതിരിക്കാം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണാണ്, ഞാൻ, അല്ലെ? ഓക്കെ. ലൗഡ് എന്ന് പറയുമ്പോഴോ? ലൗഡ് എന്ന് പറയുമ്പം അഡ്ജക്റ്റീവ് അല്ലേ സാർ? ഒന്നും കൂടി ആലോചിക്കും. ഒന്നും കൂടി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൗൺ എന്ന് പറയുമ്പോ എന്ത് വരും? ഒന്നുകൂടി ചിന്തിച്ച് 3 ടെൻസ് പറയാൻ പറ്റുന്ന വാചകമാണോ ലൗഡ് എന്ന് നോക്കി. സ്നേഹിക്കുക, സ്നേഹിച്ചു, സ്നേഹിക്കും. അതെ. അപ്പൊ എന്താണ്? വെർബാണ്. അപ്പൊ ലൗഡ് എന്ന് പറഞ്ഞ വെർബാണ്. യെസ്. അവളെ. അതെ. അവളെ. യെസ്, അവളെ എന്നുള്ളത് നമുക്ക് നൗണായിട്ട് തൽക്കാലം സങ്കല്പിക്കാം. യെസ്. പിന്നൊരു വാക്ക് വന്നിട്ടുണ്ട്, ഡീപ്ലി. അഡ്ജക്റ്റീവ്. ഓക്കെ. ആര്യ വളരെ നിഷ്കളങ്കയായ കുട്ടി ആയതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. നോക്കി, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഐ ലവ്ഡ് ഹെർ ഡീപ്ലി. ഞാൻ അവളെ ആഴത്തിൽ സ്നേഹിച്ചു, അഗാധമായി സ്നേഹിച്ചു. യെസ്. ഓക്കെ. ഐ സബ്ജക്റ്റ് ആണ്, ലൗഡ് വെർബാണ്, ഹെർ എന്നുള്ളതും നമുക്ക് നൗണായിട്ട് പറയാം. ഹെർ അവളുടെ, അത് ഒബ്ജക്റ്റീവ് നൗണാണ്. അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പോലെ സർക്കാർ നൗൺ വിചാരിച്ചു. ഐ ലൗഡ് ഹെർ. നേരത്തെ നമ്മൾ വാചകം ഇപ്പൊ ഗുഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരു നൗണിനെ വിശേഷിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ സൂര്യ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ ഡീപ്ലി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഈ സെന്റൻസിലെ നൗണിനെ ഏതെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. സംഗീതക്ക് എന്ത് തോന്നുന്നു?
ഏതെങ്കിലും നൗണിനെ വിശേഷിപ്പിക്കുന്നുണ്ടോ? ഡീപ്ലി എന്ന് പറയുമ്പോൾ ആഴത്തിൽ ഒക്കെ പറയും സംഗീത. സാർ കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ പറഞ്ഞു. ഓക്കെ കണ്ടിന്യൂ. ഡീപ്ലി എന്ന് പറയുന്ന മീനിങ് നമ്മൾ ആഴത്തിൽ നിന്നുള്ള മീനിങ് അല്ലേ അവിടെ വന്നത്. അപ്പൊ അവിടെ അഗാധമായി എന്ന് പറയുമ്പോ ഐ ലവ്ഡ് ഹെർ ഡീപ്ലി, ഞാൻ അവളെ ആഴത്തിൽ സ്നേഹിക്കുന്നു. അപ്പൊ അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഡീപ്ലി എന്ന് പറയുന്ന വേർഡ് ഏതെങ്കിലും നൗണിനെ അത് വിശേഷിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് നൗണിനെ? പ്രോനൗണിനെയാണോ സാർ? എനിക്കൊരു ഡൗട്ട്. പ്രോനൗൺ അല്ലേ? അത് വെച്ചാല് ഉദ്ദേശിച്ചത് ഹെയർ ആണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ നോക്കി. യെസ്, ഓക്കെ സഫീദ, ചെറിയൊരു കറക്ഷൻ നമുക്ക് അവിടെ ചെയ്യാം. നോക്കി, ഐ ലൗഡ്, ആ ഹെയർ അവിടെ ഇല്ല എന്ന് വിചാരിച്ചോ. ഐ ലൗഡ് ഡീപ്ലി, അത്ര ഉള്ളത് വിചാരിക്കും. അപ്പൊ നോക്കിയേ, ആ ഡീപ്ലി എന്ന് പറയുന്ന വേർഡ് സ്നേഹിച്ചു എന്ന് പറയുന്ന രീതിയെയാണ് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാ സ്നേഹിച്ചത്? അഗാധമായി സ്നേഹിച്ചു. അല്ല, അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അതിനെ വിശേഷിപ്പിക്കുന്നില്ല. അപ്പൊ ഇവിടെ വിശേഷിപ്പിക്കുന്ന ഏതിനെയാണ്? വെർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തിനാ വിശേഷിപ്പിക്കുന്നത്? വെർബിനെ. ലൗഡ് എന്ന് പറയുന്ന വെർബിനെ എങ്ങനെ സ്നേഹിച്ചു? ആഴത്തിൽ സ്നേഹിച്ചു, അഗാധമായി സ്നേഹിച്ചു. അതുകൊണ്ട് ലവ് എന്ന് പറയുന്ന വെർബിന് ഓക്കെ വനജ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും വെർബിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ആഡ്വർബ്. അജക്റ്റീവും ആഡ്വർബും തമ്മിൽ മാറിപ്പോകരുത്. അജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം എഴുതിയ വാചകം സൂര്യ ഈസ് എ ഗുഡ് ലേഡി. ആ ഗുഡ് എന്ന് പറയുന്ന വാചകം ലേഡിയെ വിശേഷിപ്പിക്കും, നൗണിനെ വിശേഷിപ്പിക്കണം. അജക്റ്റീവ്. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതിയത് ഐ ലവ്ഡ് ഹെർ ഡീപ്ലി, ഞാൻ അവളെ ആഴത്തിൽ സ്നേഹിച്ചു, അഗാധമായി സ്നേഹിക്കും. അപ്പൊ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ വെർബിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡീപ്ലി എന്ന് പറയുന്ന വേർഡ് എന്താണത്? അത് ആഡ്വർബാണ്. വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിനെ ആഡ്വർബ് എന്ന് പറയും. അപ്പൊ ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള മീനിങ്ങും കൂടി കൊടുക്കുന്ന വേർഡാണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് പറയാം ആഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ആഡ്സ് മീനിങ് ഓഫ് വെർബ്. വെർബിനെ ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്യുന്ന അതാണ് ആഡ്വർബ്. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ് ആഡ്വർബ് നമുക്ക് പിടികിട്ടി. ഇനി ഇത് തന്നെ പല രീതിയിലുള്ള ആഡ്വർബ് ഉണ്ട്. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് സെർട്ടനിറ്റി, ആഡ്വർബ് ഓഫ് ഡിഗ്രി, റിലേറ്റീവ് ആഡ്വർബ്, ഇന്ററോഗേറ്റീവ് ആഡ്വർബ്, ഇങ്ങനെ പല ഇതായിട്ട് പിന്നെ ഇങ്ങനെ വിഭജിച്ച് പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ആഡ്വർബ് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വെർബ് ഏതാണെന്ന് നോക്കുക, അതിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് അതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് തരും. അതിന്റെ മുകളിൽ ചോദ്യം ഉണ്ടാവും, ഫൈൻഡ് ദ ആഡ്വർബ്. ഇപ്പൊ ഇതേ വാചകം തന്നെ ഐ ലവ്ഡ് ഹെർ ഡീപ്ലി. എന്നിട്ട് എ ബി സി എന്ന് പറഞ്ഞ അടി കൊടുത്തത് എ ഐ, ബി ഹെർ, സി ലവ്ഡ്, ഡി ഡീപ്ലി. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്ക് മനസ്സിലാക്കണം. ഡീപ്ലി ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ. അടുത്ത വാചകം walked, 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 കേട്ടില്ല. walked, walked, നടന്നു. They walked quickly, Quickly, Quickly. They walked quickly. They walked quickly. Yes. സൗമ്യ, ഇതിൻ്റെ അകത്തുള്ള ആഡ്വർബ് ഏതാണ്?
ക്വിക്ലി. ക്വിക്ലി ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതി ആയതുകൊണ്ട് ഓക്കെ സംഗീത കറക്റ്റ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിനി പോകെ പോകെ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി ആഡ്വർബ് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് എന്നാണ് നമുക്ക് ചോദ്യം വരുന്നത്. ഓക്കെ, അടുത്ത വാചകം എഴുതിക്കോളൂ. The girl ran fast. FAST fast. രണ്ടാമത്തെ വാചകം, the boy walked 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 slowly SLOWLY slowly. അടുത്തത് മൂന്നാമത്തേത്, സാർ ഒന്നുകൂടെ പറയാ. The boy walked 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 slowly SLOWLY slowly. മൂന്നാമത്തേത്, he acted 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 bravely BRAVELY bravely. യെസ്. ഓക്കെ, മൂന്നെണ്ണത്തില് ഏതാണ് ആഡ്വർബ് കണ്ടുപിടിച്ചോളൂ. അപ്പൊ ഉത്തരം തുടങ്ങേണ്ടത് ഷമീമേണേ. ഓക്കെ കുഴപ്പമില്ല ഷമീമ. ജിനു അടുത്ത് വായിക്കി, ആൻസർ വായിക്കി. The girl ran fast. അതിനകത്ത് ആഡ്വർബ് ഏതാണ് ജിനു? ഫസ്റ്റ്. ഫസ്റ്റ് അല്ല, ഫാസ്റ്റ് കേട്ടാ, വേഗത്തിൽ. ഓക്കെ. സഫീദ രണ്ടാമത്തെ, The boy walked slowly. ആൻസർ ഏതാണ്? സ്ലോലി. വെരി ഗുഡ്. നിസ അടുത്തത്, he acted bravely. ലിസ ഇല്ല, അപ്പൊ വിനീത. ഓക്കെ സംഗീത. നിവ്യ. ഇതിന്റെ അകത്ത് ഏതാണ് ആൻസർ? ബ്രേവ്ലി സർ. ബ്രേവ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധൈര്യസമേതം. അടുത്ത ചോദ്യം, she sang sweetly SW. സാർ വ്യക്തമായില്ല കേട്ടോ. യെസ്. ഓക്കെ. ഞാൻ ഒന്നുകൂടി വായിക്കാം. She sang sang sweetly SWEE. സാർ വ്യക്തമാവുന്നില്ല കേട്ടോ. കഴിഞ്ഞിട്ട് യെസ്, ആരുടെയെങ്കിലും മൈക്ക് ഓൺ ആണെന്ന് നോക്കിയേ. ഷീ sang sweetly മധുരമായി SWEETLY. ഓക്കെ രശ്മിന, നോ പ്രോബ്ലം. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ശുഭ. ഓക്കെ നിഷ്മ. അടുത്ത ചോദ്യം ഇതാണ്. ശുഭ
spoke, S-P-O-K-E, spoke with great hospitality, H-O-S-P-I-T-A-L-I-T-Y, hospitality. അടുത്തത് 7. അല്ല, അടുത്ത നമ്പർ 7 ആണോ എനിക്കറിയില്ല, എഴുതിക്കോ. He spoke, S-P-O-K-E, spoke in an angry, A-N-G-R-Y, angry tone, T-O-N-E, tone. He spoke in an angry tone. Okay, കണ്ടുപിടിച്ചോ. ഓക്കെ, അഭിലാഷ വായിക്കൂ. അമ്മു വായിക്കട്ടെ സാർ. വായിച്ചോളൂ. He sang sweetly. സ്വീറ്റ്ലി ആണ്. സ്വീറ്റ്ലി ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി. സംശയാർത്ഥികളോടെയും ചോദിച്ചേക്കണം. ഓക്കെ, സുറുമി. ചോദ്യം ഞാൻ വായിക്കാം. ശുഭ സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. ഏതാണ്? ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി ഉറപ്പിച്ച? അതിന് കറക്റ്റ് മീനിങ് മനസ്സിലായില്ല. ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറയാം. ശുഭ സ്പോക്ക്, ശുഭ സംസാരിച്ചു. വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി, വലിയ ആതിഥ്യ മര്യാദയോടെ. വലിയ ആതിഥ്യ മര്യാദയോടെ ശുഭ സംസാരിച്ചു. ഇതാണ് സെന്റൻസ്. ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി അല്ലേ? ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ ജിനു ഹോസ്പിറ്റാലിറ്റി മാത്രത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പല അഭിപ്രായങ്ങൾ വരുമ്പോ ഒരാളെ കൂടി വിളിക്കാം. റംസീന. റംസീന ഓക്കെ. ഹോസ്പിറ്റാലിറ്റി. ഏതാണ് റംസീന ആൻസർ വേണ്ടത്? ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. അത് തന്നെയാണ്. വളരെ മര്യാദയോടുകൂടി വളരെ ആതിഥ്യ മര്യാദയോടുകൂടി സംസാരിച്ചു. കൂടി എന്നുള്ളൊരു വാക്ക് വന്നില്ലല്ലോ അതിന്റെ അകത്ത്. ആതിഥ്യ മര്യാദയോട് കൂടി, ആ കൂടി എന്നുള്ളൊരു വീട് വന്നില്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ശുഭാസ് പോക്ക് വിത്ത് കണ്ടപ്പോ അങ്ങനെ. ശരി, ആ വിത്തും കൂടി ഉൾപ്പെടുത്തുകയാണ്, അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. നേരത്തെ ചൈത്ര പറഞ്ഞു വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റൽ. അവൾ സംസാരിച്ചു. നിങ്ങൾ ചോദിക്കുക സംസാരിച്ചു എന്ന് പറയുന്നതാണ് വെർബ്. ആ വെർബിനോട് ചോദിക്കുക എന്ത് സംസാരിച്ചു? ആൻസർ ഇല്ല. എങ്ങനെ സംസാരിച്ചു? ആതിഥ്യ മര്യാദയോടെ, വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. അതാണ് എന്റെ ആൻസർ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഷംന, അടുത്ത ഞാൻ വായിക്കാം. ഹി സ്പോക്ക് ഇൻ ആൻ ആംഗ്രി ടോൺ. ഷംന പറയൂ. ടെക്നിക്ക് ഉപയോഗിക്കുക. ഒന്നുകൂടി സൂക്ഷിച്ച് ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റംസീനോട് സുറുമിയോട് പറഞ്ഞപ്പോ പറഞ്ഞ
ഓക്കെ നിമിഷ, അത് ആ ചിന്തിക്കരുത്. അർത്ഥമില്ലാത്ത അർത്ഥം അറിയാൻ പറഞ്ഞത് വാക്കുണ്ടോ? ഈ സ്പോക്കിന്റെ ആംഗ്രി ടോൺ, In an angry tone. An angry tone. In an ആംഗ്രി ടോൺ. ഇപ്പൊ ശരിയായി. ഓക്കെ, അവൻ സംസാരിച്ചു ദേഷ്യത്തിൽ. എങ്ങനെ സംസാരിച്ചു? ദേഷ്യത്തിൽ. ഇൻ ആൻ ആംഗ്രി ടോൺ. കറക്റ്റ് ആണ്. വെരി ഗുഡ്. യെസ്. ഓക്കെ. ഇൻ ആൻ ആംഗ്രി ടോൺ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിൽക്കും. The teacher was sitting, SITTING, sitting there, THERE, there. അടുത്തത്, the cat, cat jumped, JUMPED, jumped down, DOWN, down. അടുത്തത്, he comes here, COMES, comes here often, OFTEN, often. Okay, എഴുതിക്കോ. അടൂർ കൊണ്ടുപിടി. സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? എത്രാമത്തെ വേണ്ടേ? രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. റസ്മിന, രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ഇതിനകത്ത് ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നതാണ്. സാവകാശം. The cat jumped down. He comes here often. Second one, the cat jumped down. Third one, he comes here often, OFTEN, often. Yes, okay, very good. ജിനു, വെർബിനോട് ചോദിക്കുക. വെർബ് ഏതാണെന്ന് നോക്കുക, അതിനോട് ചോദിക്കുക. എന്ത്, എങ്ങനെ, എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും. യെസ്, വെർബിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുക. എന്ത്, എവിടെ, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും. ആ ആൻസർ ആണ് ഓബ്ജക്റ്റ്. നേരത്തെ നമ്മൾ ചോദിച്ചില്ലേ എങ്ങനെ സംസാരിച്ചു? ആദിത്യ മര്യാദയോടെ. യെസ്, ഒന്നുകൂടി ആലോചിക്കും. ജോൺ ഫി. യെസ്, കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ലിനി. ഓക്കെ. യെസ്, ഓക്കെ. ഞാൻ വരാം. ജോൺ ഫി വായിച്ചു. ആദ്യത്തെ വായിക്കും. ഓക്കെ സംഗീത. ഓക്കെ ലിനി, ഉത്തരത്തിലേക്ക് വരാം. The teacher was sitting there. ഏതാണ് അതിന്റെ അത് വരുന്നത്? ദയർ. കറക്റ്റ് ആണ്. സിറ്റ് എന്ന് പറഞ്ഞ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുക. അതാണ് വെർബ്. ഇരിക്കുക, ഇരുന്നു, ഇരിക്കും. കേട്ടോ, 3 ടെൻസായിട്ട് പറയാൻ പറ്റുമല്ലോ. യെസ്, 3 കാലങ്ങൾ പറയാൻ പറ്റുമല്ലോ. അതിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്തിരുന്നു? ആൻസർ ഇല്ല. ആരിരുന്നു? അപ്പോഴുള്ള ആൻസർ. എവിടെ ഇരുന്നു? കറക്റ്റ്, അവിടെ ഇരുന്നു. അവിടെ. അപ്പൊ ദയറാണ് അതിൻ്റെ അകത്ത്. ആര്? ലിനി, രണ്ടാമത്തെ വായിക്കും. Sir, ലിനി. a cat jumped down. Down ഡൗൺ ആണ് അല്ലേ? കറക്റ്റ് ആണ്. ചാടി എന്ന് പറയുന്നത് ചോദിക്കുക. ആര് ചാടി? ആൻസർ ഇല്ല. എന്ത് ചാടി എന്നല്ല. ലാസ്റ്റ് ആൻസർ ഉണ്ട്. എങ്ങനെ, എവിടേക്ക് ചാടി? താഴേക്ക് ചാടി. കണ്ടോ? ഇപ്പൊ ചാടി എന്ന് പറയുന്ന വെർബിനോട് ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്റെ ആൻസർ. റാസ്മിന, അടുത്ത് പറ. Sir, often. യെസ്, കറക്റ്റ് ആണ്. ഹി കംസ് ഹിയർ ഓഫൺ. അവൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. അപ്പൊ വരിക എന്ന് പറയുന്നതാണ് വെർബ്. വരിക, വന്നു, വരും. കണ്ടോ? ആ വെർബിനോട് ചോദിക്കുകയാണ് ആര് വരാറുണ്ട്, എപ്പോൾ വരാറുണ്ട്. അപ്പോ ആൻസർ കിട്ടി. എന്താണ്? പലപ്പോഴും വരാറുണ്ട്. യെസ്, അടുത്തത്.
Your friend, FRIEND. Your friend. Your friend telephoned, TELEPHONED. Telephoned twice, TWICE, twice. അടുത്തത് we go to movie. We go to movie. MOVIE. We go to movie. Occasionally. OCCASIONALLY. We go to movie occasionally. Okay. അടുത്തത് she always go to go to temple, TEMPLE, temple. ഒന്നോടിയിരിക്കോ? She has never, NEVER, never sung, SUNG. SUNG, sung. Okay. Sun ആണോ സാർ? SUNG, sun. Sing, sang, sung. SUNG. Okay, very good. Okay, Lini, ready ആക്കി വെച്ചോളൂ. Okay, Rasmia. Yes, Rasmia. Okay, Shilji. Yes, Rasmia ഒന്നുകൂടി നോക്ക്. സംഗതി ഒന്നുകൂടി നോക്ക്. Yes. വെർബിനോട് ചോദ്യം ചോദിക്കും. വെർബിനോട് എന്ത്, ആരെ, എന്ത്, എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും. അതായിരിക്കും. ഓക്കെ സോറി, ഐ വിൽ കം ടു യു. സനീഷ വായിച്ചോളൂ. Sir. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചോളൂ, ആൻസർ വായിച്ചോളൂ. Your friend telephoned twice. നിന്റെ സുഹൃത്ത് 2 പ്രാവശ്യം ഫോൺ വിളിച്ചു. ഫോൺ വിളിക്കുക, ഫോൺ വിളിച്ചു, ഫോൺ വിളിക്കും. 3 ടെൻസ് ആണ്. പറഞ്ഞോളൂ. Twice. 2 തവണ വിളിച്ചു. 2 തവണ. യെസ്, അത് വിളിച്ചതിനെ വിശേഷിപ്പിക്കുകയാണ്. യെസ്, എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ചൈത്ര. ഓക്കെ രശ്മിയ, ഐ വിൽ കം ടു യു. ചൈത്ര വായിച്ചോളൂ. We go to movie occasionally. ഒക്കേഷണലി അല്ല, ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ സിനിമയ്ക്ക് പോകാറുണ്ട്. അല്ല, ഒക്കേഷണലി സന്ദർഭോചിതമായിട്ടൊക്കെ പോകാറുണ്ട്. സ്ഥിരം പോകാറില്ല, വല്ലപ്പോഴും. വി ഗോ ടു മൂവി. ഇപ്പൊ പോവുക എന്ന് പറയും. എപ്പോഴാണ് പോണേ? വല്ലപ്പോഴും. യെസ്, ഓക്കെ. ജിനു ഒന്നുകൂടി ആലോചിച്ചത്. ഷിൽജി അടുത്ത് പറഞ്ഞേ. She always go to temple. Temple. ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അല്ലേ? ഗോ എന്ന് പറഞ്ഞ വെർബല്ലേ? പോവുക, പോയി. ഷിൽജി റിലാക്സ്. ടെൻഷനൊക്കെ ഫ്രീ ആകും. നോക്ക്. ഷീ, അവൾ, ഓൾവേസ്, എപ്പോഴും
അമ്പലത്തിലേക്ക് പോകാറുണ്ട്? നീ പറ. Always. ഓൾവേസ്. ഓൾവേസ് ആണ് കറക്റ്റ് ആൻസർ. യെസ്. ഗോ പോവുക വെർബാണ് അല്ലേ? ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്, അത് നൗണാണത്. അത് നമ്മൾ ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ആ പോവുക എന്നുള്ളതാണ് ചോദിക്കുക. എവിടെ പോവുക? അമ്പലത്തിൽ പോവുക, അത് സ്ഥലമാണത്. എങ്ങനെ പോവുക? എപ്പോഴും പോവുക. ഓൾവേസ് ആണ് ആൻസർ. വിനീഷ, നെക്സ്റ്റ്. സർ അപ്പോഴൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ദ ടീച്ചർ വാസ് സിറ്റിംഗ് ദെയർ എന്ന് പറയുമ്പോൾ എവിടെ ചോദിക്കുമ്പോൾ ദെയർ എന്നുള്ള ആൻസർ വന്നു. അപ്പൊ ഇവിടെ എവിടെ പോകാന്നുള്ളതിന് ടെമ്പിൾ ആൻസർ വന്നു. അപ്പൊ അതെന്താ അവിടെ ടെമ്പിൾ എടുക്കാണ്ട്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. അത് കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഇത് ആഡ്വർബ് ഓഫ് പ്ലേസ് ഉണ്ട്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലുള്ള ആഡ്വർബ് എന്ന് പറഞ്ഞില്ലേ. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ടൈം, adverb of place, adverb of frequency, adverb of certainty, adverb ഡിഗ്രി, അങ്ങനെ പല പല രീതിയിലുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഓൾവേസ്, അത് adverb of frequency ആണ്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ അപ്പൊ അത് adverb of എന്തായി? പ്ലേസ് ആയി. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത്. അപ്പൊ നമ്മൾ ആൻസർ അങ്ങനെ എഴുതുമ്പോൾ തെറ്റ് വരുമോ? ഇല്ല, ആൻസറിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആൻസർ വരില്ല. നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ പഠിക്കുമ്പോൾ യെസ് ഓക്കെ 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 യെസ് റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വിച്ച് വരുന്ന അതേ സ്ഥലത്ത് തന്നെ ദാറ്റും വരും. 2 സൂട്ട് ആവും. അപ്പൊ അത് പേടിക്കേണ്ട. അപ്പൊ വിച്ചും ദാറ്റും വരുമ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് വിച്ചാണ് ദാറ്റും കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ അതിന് ഒരെണ്ണം കറക്റ്റ് വരുള്ളൂ. ഡോണ്ട് വറി. അപ്പോ റാംസിനെ പറഞ്ഞു, ഷിനിജി പറഞ്ഞു. ഇതിനകത്ത് ബിനീഷ പറയും. ബിനീഷ അടുത്ത് വായിക്കുന്നത്. Yes, sir. She has never sung. Answer never. Never. Very good, very good, very good. She has never sung. അവൾ ഒരിക്കലും പാടിയിട്ടില്ല. അപ്പൊ അതിന്റെ ആൻസർ വരുന്നതാണ് നെവർ ആണ്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകാനായിട്ട് നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പൊ 5 മിനിറ്റ് ഉള്ളതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. യെസ്, പകരം നമുക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. യെസ്, അപ്പൊ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് ഹാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബയോഗ്രഫി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കണം. ഞാനിപ്പോ അതിന് തുടങ്ങി വെക്കുകയാണ്. അപ്പോ ഏറ്റവും മുകളിൽ തന്നെ ആരംഭിക്കാം. വനജ വേണ്ട, വനജ. ഓക്കെ, അപ്പോ ചോദ്യം ചോദിക്കുന്നത് ഞാൻ വനജയോടെ ആണെങ്കിലും ആദ്യം ഉത്തരം പറയുന്നത് വനജയാണെങ്കിൽ എല്ലാവരും പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇപ്പൊ വനജയോട് ചോദിക്കുന്നത്. അപ്പൊ വനജയ്ക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. യു ഹാവ് സോ മെനി ഫ്രണ്ട്സ്, ആം ഐ റൈറ്റ്? യെസ് സർ. അതില് ഏതെങ്കിലും ഒരെണ്ണം ഒരു ചങ്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഷുവർ സർ. ഷുവർ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? പറയണ്ട കേട്ടാ, ചോദിക്കുന്നത് എന്റെ ചോദ്യം ഇത്രയുള്ളൂ. ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? നിങ്ങൾക്ക് പറയാം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആര്യ. എന്തുകൊണ്ടാണ് ഞാൻ ആര്യയെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത്? അതിന്റെ കാരണങ്ങളാണ് പിന്നെ വരച്ച് പറയേണ്ടത്. ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ് ഫ്രം സ്റ്റാൻഡേർഡ് 4 to സ്റ്റാൻഡേർഡ് 10. 4th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഷീ വാസ് മൈ ക്ലാസ്മേറ്റ്. യെസ്. പിന്നെ എന്താക്കിയാണോ വനജ ആ സുഹൃത്തിൽ കാണുന്ന ക്വാളിറ്റീസ് അത് പറയാം. ഐ ഫൈൻഡ് ഹെർ അല്ലെങ്കിൽ ഐ ടേക്ക് ഹെർ ആസ് എ ഗുഡ് ഫ്രണ്ട് ബിക്കോസ് ഷീ ഈസ് വെരി ലവ്ലി. Even now, I telephone to her for my problems when I am in any problem. Always, she has a solution. Whatever I say, she has a solution. She helped me in many ways. So, she became my best friend. Yes. Okay. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്തുക മനസ്സിൽ. ആ ബെസ്റ്റ് ഫ്രണ്ടിന് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ
നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാനുള്ള കാരണങ്ങൾ മാത്രം ഒന്ന് മനസ്സിലോ മുമ്പിലിരിക്കുന്ന കടലാസിൽ നിന്ന് കുറിച്ച് വെക്കുക. യെസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത്? യെസ്. അപ്പോ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വനജ, ആർ യു റെഡി? Yes, I am ready, sir. Oh, very good, very good, very good. Vanaja, you start. Sir, Suma is my best friend. Yes. She understands me very much. Yes. She always with me at that time. When I am എന്താ പറയാ, In crisis. അതെ, when I in crisis, she always with me. Yes. Okay. Okay. In her character, I loved. She was a understanding mind, and she is a lovable and Okay, Vanaja, let me ask you one question. Is Shuma your classmate or neighbor? She is my classmate. She was with me in 2 years vocational higher secondary education. Okay, what she is doing now? What Shuma is doing now? Now she is working in HDFC Bank. Oh, very good, very good, very good. Yes. Where Then she is? now we contact always. Okay, And yes, sir. Where she is living now? Now she is living Chelakara at Thrissur district. Okay, okay, Chelakara. Yes, 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 yes. On the way to നമ്മുടെ ഷൊർണൂരിൽ തിരിഞ്ഞു പോണത് അല്ലേ? Yes, yes, sir. ഷൊർണൂർക്ക് എത്തുന്നതിന് മുമ്പുള്ള ജംഗ്ഷൻ, എത്തുന്നതിന് മുൻപ് തൃശ്ശൂർക്ക് പോകുന്ന തൃശ്ശൂർ റൂട്ട്, പഴയന്നൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന റൂട്ട്. അകമല കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു പോണം അല്ലേ? അകമല എത്തുന്നത് അല്ല, ഞാൻ ഇവിടെ നിന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ അകമല എത്തുന്നതിന് മുൻപ്, സാർ അവിടെ നിങ്ങളുടെ ആണെങ്കിൽ അകമല കഴിഞ്ഞതിന് ശേഷം. Yes, 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 yes. Okay, sir. Yes, continue, continue. ഇനിയൊന്നും അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല സാർ. ഇനി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. കുറ്റം പറയാൻ പറ്റില്ല. വനജ, ഇത് ആലോചിക്കാൻ കിട്ടിയ സമയം വളരെ കുറവാണ്. ആ കുറഞ്ഞ സമയം കൊണ്ടാണ് വനജ ഇത്രയും ഒപ്പിച്ചത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് യു വനജ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യുവർ അറ്റംപ്റ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. അപ്പോ ബാക്കിയുള്ളവർക്ക് സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആരുടെയും സൂര്യ, ആർ യു റെഡി? Yes, sir. Yes, continue. Start. തെറ്റുമെന്ന് അറിയത്തില്ല, അറിയാം. തെറ്റിക്കോട്ടെ, തെറ്റണം. അത് എത്ര പ്രാവശ്യം വീണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കാൻ പഠിക്കുന്നത്? പലതും നമ്മൾ അനുഭവത്തിൽ നിന്നല്ല പഠിക്കുന്നത്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ. യെസ്. ഇന്നലെ വേറെ കുറച്ച് അംഗൻവാടി ടീച്ചർമാരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കൂൾ ടീച്ചർമാരൊക്കെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ യാദൃശ്യമായിട്ട് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ, പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നിക്ക് നെയിം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വേദന ടീച്ചർ പറഞ്ഞു, ടീച്ചർ, അവരൊക്കെ ഞാൻ ടീച്ചറെ വിളിക്കാറ് കുട്ടികളാണെങ്കിൽ അല്ലെ, എന്റെ സ്റ്റുഡന്റ് ആണെങ്കിലും. അപ്പൊ അവര് പറഞ്ഞു, ഇന്റെ സാറേ എന്നെ വിളിക്കുന്നത് ഇന്ന പേരാണ്. അപ്പൊ അടുത്ത ടീച്ചർ എന്നെ വിളിക്കുന്നത് ഇന്ന പേരാണ്. അപ്പൊ ഞാൻ ഇന്നിന്റെ പേരുകളാണ് നിങ്ങൾ വിളിക്കുന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലായി? അത് കുറച്ച് കുട്ടികൾ നമ്മളോട് സ്നേഹമുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ, അവര് വന്ന് പറയും, ആ ടീച്ചറിനെ വിളിക്കുന്ന പേരുകൾ ഇന്നതാണ് എന്ന്. യെസ്. അപ്പൊ അവരൊക്കെ എന്താണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുകയാണ്. ആ വിളിക്കുന്ന കുട്ടികളോട് ദേഷ്യം എന്ന് പറഞ്ഞ പോലെ തെറ്റിക്കോട്ടെ. നമ്മളിപ്പോ ഈ 31 പേര് അങ്ങോട്ട് ഇങ്ങോട്ടും കൂടെ അറിയും, അതല്ലേ ഉള്ളൂ. പിന്നെ ഇവർ ആരോടെങ്കിലും പറഞ്ഞാൽ അവരും അറിയും, അത്രയല്ലേ ഉള്ളൂ. യെസ്. വേറെ ആരറിയാൻ പോകും? യെസ്, സൂര്യ, യു കണ്ടിന്യൂ. Sir, my best friend name is Princey. Preeti. Princey. Okay, okay, okay. She's the most special person in my life. Oh, yes, very good. Who understands me better than anyone else. Yeah. And my best friend is always with me in happiness and in sorrow. We share and thoughts, fears and dreams with each other. Whenever I feel sad, my best friend comforts me
and when I am happy, Yes. they celebrate with me. Yes. അത്രേ എഴുതിയിട്ടുള്ളൂ. അത്ര എഴുതിയിട്ടുള്ളൂ. Yes. അപ്പോ and your best friend is Princey. You told that. Yes. Yes. What she is doing now? She is a student. Even now she is studying. Okay. ഇല്ല ഇവിടെ അല്ല, വേറൊരു സ്ഥലത്ത്. Okay. Let me ask you, is she your classmate or No. neighbor? She is not my classmate. She is my husband's wife. Yes. Okay. Very good. Okay. And you told that Princey is your best friend. Are you the best friend of Princey? I don't know. അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാനാണ് പ്രിൻസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? Sometimes. എന്തെങ്കിലും സൂചനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ ഈ പ്രിൻസി ആരുടെയും വേറെ ആരുടെയെങ്കിലും പറയുന്നതായിട്ടോ എപ്പോഴെങ്കിലും ഫീൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആർ യു ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് പ്രിൻസി? Sometimes. Okay. Maybe. Sure. ഞാനത് പെട്ടെന്ന് ചോദിച്ചതാണ്. അത് വളരെ കറക്റ്റായിട്ട് അത് സൂര്യക്ക് കറക്റ്റ് ഉദ്ദേശിച്ച സ്ഥലത്ത് പോലെ ഉത്തരം പറയാൻ കുറച്ച് ടൈം എടുത്തത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരാളുടെ പേര് വെച്ച് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അതാണ് വെരി ഗുഡ്. യുവർ ഒബ്സർവേഷൻ that is very good. Yes. അപ്പോൾ ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. ആര്യ വിനു, are you ready? Yes, sir. Yes, you tell about your best friend. I have many friends in my school. All times are very good, but she is my best friend, Kavya. She is lovely and flexible. Okay. Continue. She is my classmate and my neighbor. It is impossible to write about in words. Kavya is intelligent, always score my highest mark in our class. She is helpful in my studies. We share tiffin box and enjoy very much together. We is very kind heart and birds and animals be kind. She is very kind heart. Yes. Hello, sir. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ സമയമായി. ആരാണ്? റെഡിയാണ്? ആരാണ്? ജോഫി. ജോഫി. അത് യൂട്ടൽ പറഞ്ഞോളൂ. My best friend name is Sandra. We studied in the same class at school. She is very kind and honest. Sandra always helped me in my study. We love to schedule that after school. She shared in his lunch with me every day. Sure, sir. വെരി ഗുഡ്. അപ്പൊ ഞാനിത് തുടരും. അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് ഓർമ്മിപ്പിച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയതിന്റെ ബാലൻസ് പറയാനുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. അപ്പൊ ഇന്ന് ചാൻസ് കിട്ടാത്തവർക്ക് ഒരു ചാൻസ് കൂടി അവർക്ക് ചാൻസ് തരാം. അതിനോടൊപ്പം തന്നെ ഇന്ന് ചാൻസ് കിട്ടിയവർക്കും ഒരു ചാൻസ് കൂടി തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്നും നിങ്ങൾ എഴുതിയൊന്നും വെക്കണ്ട, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ആ പോയിന്റുകൾ മാത്രം കുറിച്ച് വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോ അതൊക്കെ നമുക്ക് ഒരു പ്രാക്ടീസാണ്. അത് നമ്മൾ പോയിന്റുകൾ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഈ പോയിന്റ് വെച്ച് 2 വരി, ആ മറ്റേ പോയിന്റ് വെച്ച് 2 വരി, ഇത് വെച്ച് 2 വരി. അപ്പൊ മൊത്തത്തിൽ വരുമ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഓക്കെ, തകർക്കാം. ഇതിന് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. ക്ലാസ്സിലോട്ടൊക്കെ നമ്മൾ കയറുമ്പോഴേ പ്രിപ്പറേഷൻ വരുമല്ല. അപ്പൊ നമ്മളെ പോയിന്റ് പറയേണ്ട കാര്യങ്ങൾ മാത്രം, അതിന്റെ കൂടെ നമുക്ക് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവന അനുസരിച്ച് റെഡിയാക്കി വരും. ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് സൂപ്പർ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോറി. ആരാണ്? ഞാനാ. ഓക്കെ, ശിവജി കണ്ടിന്യൂ.
ഇന്നൊരു മോണോ ആക്ടാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. വെരി ഗുഡ് തകർക്കൂ. തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം നശിച്ചു പോകുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരു കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മീനൂട്ടി മീനൂട്ടി എന്ത് ശാന്തേച്ചി? രാധേ മീനൂട്ടിയെ കണ്ടോ? ഇല്ല ശാന്തേച്ചി. മീനൂട്ടി എവിടെ? ഞാൻ മീനൂട്ടിയെ കണ്ടിട്ടില്ലല്ലോ. മീനൂട്ടി എങ്ങോട്ട് പോയി? രാധേ മീനൂട്ടിയെ ഞാൻ കണ്ടില്ല കേട്ടോ ശാന്തേച്ചി. അവള് കളിക്കാനായിട്ട് അമ്മൂന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. രാധേ വിഷമിക്കണ്ട, അവള് വരും. കളിച്ചു വരട്ടെ കൊച്ച്. കൊച്ച് ഇത്ര നേരം കളിക്കാൻ പോയിട്ട് കണ്ടില്ലാന്ന് വിചാരിച്ച് വിഷമിക്കരുത്, അവള് വരും. അല്ല ശാന്തേച്ചി, എന്റെ കാല്, ഞാൻ ബാത്റൂമിൽ വീണ് കാല് ഒന്ന് ഉളുക്കി. കൊച്ചാണ് സഹായിക്കാറേ. അപ്പൊ കൊച്ചു കാലത്ത് പാത്രമൊക്കെ കഴുകി വെച്ച് കളിക്കാൻ പോയതാ. രാധേ മോളെവിടെ? ആ ശിവൻ ചേട്ടൻ എത്തിയോ? ശിവൻ ചേട്ടാ കൊച്ചു കളിക്കാൻ പോയേക്കാണ്. ആ കൊച്ചിനെ വിളിക്കൂ. കൊച്ചിന് ചോറ് കൊടുക്കാത്ത എന്താ? 1 മണി ആയില്ലേ? ആ ചോറ് കൊടുക്കണം ശിവൻ ചേട്ടാ, കൊച്ചു കളിക്കാൻ പോയിട്ട് എത്തിയിട്ടില്ല. ശാന്തേച്ചി അമ്മൂട്ടി ഒന്ന് വിളിച്ചേ. അമ്മൂട്ടി, മീനൂട്ടി എവിടെ ഉണ്ടോ? ആ ഉവ്വമ്മ എവിടെ ഉണ്ട്? ആ ദേ മീനൂട്ടി എത്തിയല്ലോ. വാ മോളെ, അച്ഛനെപ്പ എത്തിയേ? ആ അച്ഛൻ കുറച്ചു നേരമായി വന്നിട്ട്. മോനെ അങ്ങോട്ട് പോയേ? ഞാൻ കളിക്കാൻ പോയതാണ് അച്ഛാ. മോൻ അമ്മേനെ സഹായിച്ചാ? ഉവ്വച്ഛാ, ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു, അടിച്ചു വാരി എല്ലാം ചെയ്തു. എന്നിട്ടാണ് ഞാൻ കളിക്കാൻ പോയേ. ശിവൻ ചേട്ടാ, എനിക്ക് നാളെ കൊച്ചിന്റെ ക്ലാസ്സിൽ പോണ കാര്യം ഓർക്കുമ്പോൾ പേടിയാവാണ്. കൊച്ചിനെ എങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കും ഈ കാലും വെച്ച്? രാധേ നീ വിഷമിക്കണ്ട, അവളെ നമ്മുടെ അമ്മുക്കുട്ടി കൊണ്ടുപോക്കോളും. അമ്മുക്കുട്ടീന്റെ അടുത്ത് ധൈര്യമായിട്ടുള്ള പൊക്കോളും, പേടിക്കണ്ട. അല്ല ചേട്ടാ, റോട്ടിൽ കൂടെ ഒക്കെ തെരുവ് നായകൾ ഓടി കിടക്കാല്ലേ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും വന്നാലോ? വിഷമിക്കാണ്ടിരിക്കാതെ, നീ പേടിക്കാണ്ടിരിക്കി. അമ്മുക്കുട്ടി ഇല്ലേ കൂടെ? മീനുട്ടി വായോ, നമുക്ക് സ്കൂളിൽ പോകാം. ആ ദേവന്നെ അമ്മു ചേച്ചി. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോവുകയാണ്. ബൗ ബൗ ബൗ. അമ്മു ചേച്ചി, ദേ പട്ടികൾ വന്നിട്ട് നമ്മുടെ പിന്നാലെ. പേടിക്കണ്ട മീനൂട്ടി, മോ നടക്ക്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബൗ 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 ബൗ. അല്ല അമ്മു ചേച്ചി, ദേ പട്ടികൾ പിന്നാലെ നമ്മുടെ കൂടെ വന്ന്. അത് ശരിയല്ല മോനെ. മീനൂട്ടി ഓടിക്കോടി. അയ്യോ എന്നെ കടിക്കല്ലേ, അയ്യോ എന്റെ മുഖം, അമ്മേ അമ്മേ, ബൗ 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 ബൗ. അയ്യോ എന്റെ മുഖമൊക്കെ പോയി, അയ്യോ അയ്യോ. മീനൂട്ടി മോനെവിടെ? മീനൂട്ടി എഴുന്നേക്ക്, വാ നമുക്ക് പോകാം. അയ്യോ അമ്മു ചേച്ചി, എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല, എന്റെ മുഖം ആകെ പട്ടികൾ കടിച്ചു. മീനു ചേച്ചി വിഷമിക്കാണ്ടിരിക്കും മോനെ. ആരെങ്കിലും എന്റെ മീനൂട്ടി ഒന്ന് ആശുപത്രി കൊണ്ടുപോവോ? ആരൊന്ന് കൊണ്ടുപോവോ? ഡോക്ടർ, എന്റെ മോക്ക് എന്താ പറ്റിയേ? പട്ടികൾ കുട്ടിയുടെ മുഖത്ത് കടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, പേടിക്കണ്ട, കുട്ടി രക്ഷപ്പെടും, നിങ്ങൾ പേടിക്കാണ്ടിരിക്കൂ. മോളെ മീനൂട്ടി, മോൻ കഞ്ഞി കുടിക്കടി. മോന് പനിയുള്ളതല്ലേ, മോന് കഞ്ഞി കുടിച്ചേ. അമ്മേ, എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും പറ്റണില്ല അമ്മേ. എന്റെ ഉമ്മനീര് ഇറക്കാൻ പോയ എനിക്ക് പറ്റണില്ല അമ്മേ. മോൻ വിഷമിക്കാണ്ടിരിക്കി, മോൻ കഞ്ഞി കുടിക്കും മോനെ, മോന് പനിക്കണുണ്ടല്ല. കുട്ടിയെ വേറെ റൂമിലേക്ക് മാറ്റുകയാണ്, കുട്ടിക്ക് പനി കൂടുതലാണ്. ഡോക്ടർ, എന്റെ മോള് പേടിക്കണ്ട, ഈശ്വരനോട് പ്രാർത്ഥിക്കൂ, എല്ലാം ശരിയാവും. ശിവൻ ചേട്ടാ, നമ്മുടെ മോള് പോയി. ശിവൻ ചേട്ടാ, നമ്മുടെ മോൾക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ടും നമ്മുടെ മോളെ കിട്ടിയില്ലല്ലോ ശിവൻ ചേട്ടാ. ഒരു അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നങ്ങളാണല്ലോ ശിവൻ ചേട്ടാ തകർന്നു പോയത്. അതേ മനുഷ്യരെ, നമ്മുടെ ഇന്നത്തെ ഈ ഭരണത്തിന്റെ നമ്മുടെ ചുറ്റുപാടും പട്ടികൾ, തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം ഇങ്ങനെ എത്രയെത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് നശിച്ചു പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ മൃഗസ്നേഹികൾ പറയും അതെല്ലാം കുഴപ്പമില്ലാന്ന്. പക്ഷേ ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായ ഒരു മകളുടെ ജീവനാണ് നശിച്ചു പോയത്. നന്ദി, നമസ്കാരം. Yes, sir. Very good.
താങ്ക് യു സാർ. എന്താ പറയാ, ഷിൽജി ഭാവിയില് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് അടവുണ്ടാവും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സ്ക്രിപ്റ്റ് ആരാ റെഡിയാക്കി തന്നെ? ഞാൻ സ്വയം റെഡിയാക്കിയതാ. പട്ടികൾ ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പട്ടികളെ കാണുന്നില്ല, അങ്ങനെ എഴുതിയതാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് 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 വെരി ഗുഡ്. ബാക്കി ഇതിന്റെ കമന്റുകളൊക്കെ സമയക്കുറവിൽ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. ഓക്കെ, ശരി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. വെൽക്കം. താങ്ക് യു സാർ. Thank you, sir. ഓക്കെ.